ലോകഭൂപടത്തിൽ സ്വന്തമായി ഒരിടമില്ലാത്ത പൗരത്വം എന്ന അടിസ്ഥാന അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കിരയായ ന്യൂനപക്ഷമെന്നും ഏറ്റവും വലിയ പൗരത്വമില്ലാത്ത ജനതയെന്നും വിശേഷിപ്പിച്ച റോഹിംഗ്യൻ അഭയാർത്ഥികളാണവർ. മ്യാൻമറിലെ റഖൈൻ സംസ്ഥാനത്ത് തലമുറകളായി ജീവിച്ചിട്ടും സ്വന്തം രാജ്യത്ത് അന്യരായി മാറേണ്ടി വന്ന അവരുടെ കഥ ആധുനിക മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ്. ജീവൻ രക്ഷിക്കാനായി കാടും മലയും താണ്ടി ആർത്തലയ്ക്കുന്ന കടൽ തിരമാലകളെ വകഞ്ഞുമാറ്റി അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് ലോകത്തിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ്. 2026 ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 12 ലക്ഷത്തിലധികം റോഹിംഗ്യൻ അഭയാർത്ഥികളാണ് ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലെ ഇടുങ്ങിയ ക്യാമ്പുകളിൽ കഴിയുന്നത്. സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ എന്ന് അവസാനിക്കുമെന്നറിയാത്ത ഒരു അനിശ്ചിതത്വത്തിൽ കഴിയുന്ന ഈ മനുഷ്യരുടെ ദുരന്ത കഥ കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ലോക മനസാക്ഷിയെ തന്നെ വേട്ടയാടുന്ന ഒരു വലിയ മനുഷ്യാവകാശ പ്രതിസന്ധിയാണ്. ആരാണ് ഈ റോഹിംഗ്യകൾ? ബുദ്ധമതത്തിന് ഭൂരിപക്ഷമുള്ള മ്യാൻമറിൽ നൂറ്റാണ്ടുകളായി ജീവിച്ചു പോരുന്ന ഒരു മുസ്ലിം വംശീയ ന്യൂനപക്ഷമാണ് റോഹിംഗ്യകൾ. തലമുറകളായി അവിടെ ജീവിച്ചിട്ടും അവരെ ഒരു ഔദ്യോഗിക വംശീയ വിഭാഗമായി അംഗീകരിക്കാൻ മ്യാൻമർ ഭരണകൂടം തയ്യാറായിരുന്നില്ല. 1982 മ്യാൻമർ സർക്കാർ പാസാക്കിയ പൗരത്വ നിയമം റോഹിംഗ്യകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇരട്ടടിയായി മാറി. ഈ നിയമപ്രകാരം അവർക്ക് മ്യാൻമർ പൗരത്വം നിഷേധിക്കപ്പെട്ടു. ഇതോടെ സ്വന്തം രാജ്യത്തവർക്ക് വോട്ടവകാശമോ ഉന്നത വിദ്യാഭ്യാസമോ സർക്കാർ ജോലിയോ എന്തിന് സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ള അവകാശമോ ഇല്ലാതായി. നിയമപരമായ ഒരു പരീക്ഷയും ഇല്ലാത്തതിനാൽ തന്നെ ഇവർ വ്യാപകമായ ചൂഷണങ്ങൾക്കും അക്രമങ്ങൾക്കും ഇരയാകാൻ തുടങ്ങി. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ നിത്യസംഭവമായി മാറി. പൗരത്വമില്ലാത്തതിനാൽ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായും പുറത്താക്കപ്പെട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന വിവേചനങ്ങളും പീഡനങ്ങളും 2017 ഓഗസ്റ്റിൽ അതിൻ്റെ പാരമ്യത്തിലെത്തി. റഖൈൻ സംസ്ഥാനത്ത് പൊട്ടിപ്പുറപ്പെട്ട വൻ കലാപവും അതിനെ തുടർന്ന് മ്യാൻമർ സൈന്യം നടത്തിയ ക്രൂരമായ സൈനിക നടപടിയുമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനത്തിന് വഴിവെച്ചത്. ഗ്രാമങ്ങൾ ഒന്നടങ്കം ചുട്ടരിക്കപ്പെട്ടു. ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. കുടുംബങ്ങൾ ചിതറിത്തെറിച്ചു. വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങളും കൊടും ക്രൂരതകളും അരങ്ങേറിയതോടെ ജീവൻ രക്ഷിക്കാനായി ജനങ്ങൾ കൂട്ടത്തോടെ അതിർത്തി കടക്കാൻ തുടങ്ങി. 7.5 ലക്ഷത്തിലധികം ആളുകളാണ് ആ സമയത്ത് ബംഗ്ലാദേശിലേക്ക് അഭയം തേടിയെത്തിയത്. അതിൽ പകുതിയിലധികവും പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു. ദിവസങ്ങളോളം കൊടും കാട്ടിലൂടെ നടന്നാണ് പലരും ബംഗ്ലാദേശിലെത്തിയത്. പിന്നീട് 2021 മ്യാൻമർ സൈന്യം അധികാരം പിടിച്ചതിന് ശേഷമുണ്ടായ ആഭ്യന്തര കലാപങ്ങൾ വീണ്ടും ലക്ഷക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി. ഇന്ന് മ്യാൻമറിനുള്ളിൽ തന്നെ 36 ലക്ഷത്തോളം ആളുകൾ ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം ആളുകളും അഭയം കണ്ടെത്തിയത് അയൽ രാജ്യമായ ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിലെ കോക്സ് ബസാർ പ്രദേശത്തുള്ള കാട്ടുപലോങ്, നയാപാര ക്യാമ്പുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയതും ജനസാന്ദ്രതയേറിയതുമായ അഭയാർത്ഥി ക്യാമ്പുകൾ. ഈ ചെറിയ പ്രദേശത്ത് 12 ലക്ഷത്തോളം ആളുകളാണ് തിങ്ങിപ്പാർക്കുന്നത്. ക്യാമ്പുകളിലെ ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമാണ്. 80% ആളുകളും സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് ഈ പ്രതിസന്ധിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ബംഗ്ലാദേശിലെ ക്യാമ്പുകളിലുള്ള 95% ആളുകളും അന്നന്നത്തെ ആഹാരത്തിനും മറ്റടിസ്ഥാന ആവശ്യങ്ങൾക്കുമായി അന്താരാഷ്ട്ര ജീവകാരുണ്യ സഹായങ്ങളെയാണ് ആശ്രയിക്കുന്നത്. തൊഴിലെടുത്ത് ജീവിക്കാൻ നിയമപരമായ അവകാശങ്ങളില്ലാത്തതിനാൽ ഈ മനുഷ്യരുടെ ജീവിതം പൂർണ്ണമായും പുറത്തുനിന്നുള്ള സഹായങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഈ ക്യാമ്പുകളിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് കുറയ്ക്കുന്നതിനായി 2021 മുതൽ 30,000-ഓളം അഭയാർത്ഥികളെ ബംഗ്ലാദേശ് സർക്കാർ ബസാൻചാർ എന്ന ദ്വീപിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള അതിജീവനം ഇപ്പോഴും വലിയൊരു വെല്ലുവിളിയാണ്. മനുഷ്യർ തീർത്ത ദുരിതങ്ങൾക്കൊപ്പം പ്രകൃതിയും റോഹിംഗ്യകളോട് ക്രൂരത കാണിക്കുകയാണ്. ബംഗ്ലാദേശിൽ ജൂൺ മുതൽ ഒക്ടോബർ വരെ നീളുന്ന മൺസൂൺ കാലം ഈ ക്യാമ്പുകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് വിതയ്ക്കുന്നത്. മുളയും പ്ലാസ്റ്റിക് ഷീറ്റുകളും കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക കുടിലുകളിലാണ് ഭൂരിഭാഗം ആളുകളും കഴിയുന്നത്. കനത്ത മഴയിലും കാറ്റിലും ഈ കുടിലുകൾ തകർന്നു വീഴുന്നത് പതിവാണ്. കുത്തനെയുള്ള കുന്നിൻ ചെരുവുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ക്യാമ്പുകളിൽ മണ്ണിടിച്ചിൽ ഒരു നിത്യഭീഷണിയാണ്. 2026 ജൂലൈയിലുണ്ടായ കനത്ത മണ്ണിടിച്ചിലിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും 3000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു എന്നത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ഇടുങ്ങിയ ക്യാമ്പുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതോടെ കോളറ, മലമ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കുട്ടികളും പ്രായമായവരുമാണ് ഇത്തരം രോഗങ്ങൾക്ക് എളുപ്പത്തിൽ ഇരയാകുന്നത്. ശുദ്ധജലത്തിൻ്റെയും ശരിയായ ശുചിത്വ സംവിധാനങ്ങളുടെയും അഭാവം ഈ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു.
സ്വന്തം നാട്ടിലേക്ക് എന്ന് മടങ്ങാൻ കഴിയുമെന്നതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാത്തതിനാൽ നിരവധി രോഹിംഗ്യകൾ മെച്ചപ്പെട്ട ജീവിതം തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് അപകടകരമായ കടൽ യാത്രകൾ നടത്തുന്നുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ഈ യാത്രകൾ പലപ്പോഴും മരണത്തിലേക്കാണ് ചെന്നെത്തുന്നത്. മനുഷ്യക്കടത്തുകാരുടെ വലയിലകപ്പെട്ട് ചെറിയ ബോട്ടുകളിൽ തിങ്ങി നിറഞ്ഞു നടത്തുന്ന ഈ യാത്രകൾ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ കടൽ മാർഗങ്ങളിലൊന്നാണ്. 2025-ലെയും 2026-ലെയും UNHCR റിപ്പോർട്ടുകൾ പ്രകാരം 500-നും 1000-നും രോഹിംഗ്യൻ അഭയാർത്ഥികളാണ് മ്യാൻമർ തീരത്തും ബംഗാൾ ഉൾക്കടലിലുമായി ബോട്ടുകൾ മറിഞ്ഞ് കാണാതാവുകയോ മരണപ്പെടുകയോ ചെയ്തത്. വിശപ്പും ചൂഷണവും ഭയന്ന് ജീവൻ പണയപ്പെടുത്തി യാത്ര ചെയ്യുന്ന ഈ മനുഷ്യരുടെ അവസ്ഥ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വലിയൊരു പരാജയത്തെയാണ് തുറന്നു കാട്ടുന്നത്. പട്ടിണി മാറ്റാനും മക്കൾക്കൊരു നല്ല ഭാവി നൽകാനും വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകാൻ തയ്യാറാകുന്ന മാതാപിതാക്കളുടെ നിസ്സഹായതയാണ് ഈ മരണയാത്രകൾക്ക് പിന്നിലുള്ളത്. ഈ കൊടും പ്രതിസന്ധിയിൽ രോഹിംഗ്യകൾക്ക് ഏക ആശ്രയം ഐക്യരാഷ്ട്രസഭയും അനുബന്ധ സംഘടനകളുമാണ്. UNHCR ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇവർക്ക് ഭക്ഷണം, മരുന്ന്, പാർപ്പിടം, ശുദ്ധജലം എന്നിവ എത്തിക്കാൻ രാപ്പകൽ അധ്വാനിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും നിയമസഹായം നൽകുന്നതിനും അവർ മുൻഗണന നൽകുന്നു. വിറക് ശേഖരിക്കുന്നതിനായി കാടുകളിൽ പോകുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളും അപകടങ്ങളും കുറയ്ക്കുന്നതിനായി സുരക്ഷിതമായ പാചകവാതകം വിതരണം ചെയ്യുന്ന പദ്ധതികളും ക്യാമ്പുകളിൽ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ 2026-ലെ കണക്കുകൾ പ്രകാരം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. പുതിയ UN അപ്പീലുകൾ പ്രകാരം $710.5 മില്യൺ അടിയന്തര സഹായമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫണ്ടിന്റെ വലിയൊരു അപര്യാപ്തത തുടരുകയാണ്. ഇത് ക്യാമ്പുകളിലെ റേഷൻ വിതരണത്തെയും ആരോഗ്യ സേവനങ്ങളെയും സാരമായി ബാധിച്ചിരിക്കുന്നു. ഫണ്ടിന്റെ അഭാവം കാരണം ആയിരക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസവും നിലച്ചിരിക്കുകയാണ്. 9 വർഷങ്ങൾക്കിപ്പുറം 2026-ൽ എത്തി നിൽക്കുമ്പോഴും ഈ അഭയാർത്ഥി പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. മ്യാൻമറിലെ റഖൈൻ സംസ്ഥാനത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്നതിനാൽ രോഹിംഗ്യകളുടെ സുരക്ഷിതമായ മടങ്ങിപ്പോക്ക് ഇപ്പോൾ അസാധ്യമാണ്. ബംഗ്ലാദേശിലെ ക്യാമ്പുകൾ പുതുതായി എത്തുന്ന 1.5 ലക്ഷത്തോളം അഭയാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വീർപ്പുമുട്ടുകയാണ്. ചൂഷണങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഇരയായി ഒരു തരിമ്പ് പ്രതീക്ഷ പോലുമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയ തലമുറയാണ് അവിടെ വളർന്നു വരുന്നത്. ഈ മനുഷ്യരെ മറന്നു പോകരുതെന്നും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സഹായം തുടരണമെന്നും ഐക്യരാഷ്ട്രസഭ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ട് മ്യാൻമർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും രോഹിംഗ്യകൾക്ക് പൗരത്വവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ ഈ വലിയ മാനുഷിക ദുരന്തത്തിന് ഒരു അറുതി വരികയുള്ളൂ. അതുവരെ അവർക്ക് അന്തസ്സോടെയും സുരക്ഷിതത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.